അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. പാതിരാവിന്റെ കൂരിരുട്ടിലും പകലിന്റെ പ്രക്ഷുബ്ധതയിലും അടങ്ങാത്ത ദിക്ർ സലാത്തിന്റെ മന്ത്രധ്വനികൾ കൊണ്ട് മുഖരിതമായ ആത്മനിർവൃതിയുടെ സ്വർഗഭൂമി അമ്പം കുന്ന് കോയാക്ക ഫണ്ടിന്റെ 53ാമത് നർശാനകൃതിയിൽ ഉയർത്തുവാനുള്ള സൂറത്ത് യാസീനിന്റെ തങ്കലിപികളിൽ അലങ്കൃതമായ വെന്നിക്കുടി സ്വീകരിച്ചാനയിക്കുന്നതിന് വേണ്ടിയുള്ള പതാകവാഹക സന്ദേശയാത്രയാണ് ഈ വടിത്താരയെ ഹർഷപുളകിതമാക്കി തമ്മുട്ടിന്റെയും കോൽക്കളിയുടെയും മകമ്പടി സേവിച്ചു കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ആശീർവദിക്കുക, അനുമോദിക്കുക. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. കഴിഞ്ഞ മാസത്തിൽ നമ്മുടെ കേരളക്കരയിൽ നമ്മൾ നടന്നത് കണ്ടത് അതിൽ ഒരു യഥാർത്ഥ സത്യവിശ്വാസിക്ക് വിഷമങ്ങളെ അനുഭവപ്പെടുന്ന പല കാഴ്ചകളും നമ്മൾ കണ്ടത്. എന്നാൽ ഇത്തരം വേദനാജനകമായ ഒരു സാഹചര്യമോ പ്രയാസമോ ഇല്ലാത്ത രൂപത്തിൽ ഈ വിശുദ്ധമായ മജ്‌ലിസിന്റെ, ഈ വിശുദ്ധമായ അന്നദാനത്തിന്റെ, ഈ വിശുദ്ധമായ കൊടിമരത്തിന്റെ കീഴിൽ മഹാനായ അമ്പൂർ കോയക്ക എന്ന ജീവിച്ചിരിക്കുന്ന ആ പുണ്യഭൂമാൻ നടത്തി വരുന്ന പ്രവർത്തനങ്ങളെ ആരെയാണ് ആകർഷിക്കുന്നത്? ആ മഹാനുഭാവൻ കഴിഞ്ഞ 50 വർഷം കൊണ്ട് 10,000-കണക്കിന് ആളുകൾക്കാണ് ഈ വിശുദ്ധമായ ദിക്റിന്റെ മജ്‌ലിസിലൂടെ ആത്മീയ പരിഹാരം നൽകിയത്. ഈ മജ്‌ലിസിൽ എല്ലാവരും 2 വരിയായിട്ട് കയറി സഹകരിക്കുക. ആരും തന്നെ തിക്ക് തിരക്ക് കൂട്ടാതെ 2-3 വരിയായിട്ട് കയറുന്നത്. 2 വരിയായി കയറി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ
അബ്വാബിന്റെ പൂർവ്വത്തിലും പതറിന്റെ പ്രഭകളും സലാത്തുകളാൽ ശക്തമതിരിതമായി ശാന്തി സമാധാനം കിട്ടാത്ത സാഹചര്യത്തിൽ ആത്മീയതകളോ അനന്തവികാസത്തിലേക്ക് കൈപ്പിടിച്ചു നിർത്തുന്ന കേരളക്കരയിലെ ദീനി വൈജ്ഞാനികതയുടെ പുണ്യവേഗം മലബാറിന്റെ മതമൈത്രികളുടെ ഹൃദയകമാനം ചരിത്ര പ്രസിദ്ധമായ ഫണ്ടിന്റെ അതിമഹത്തായ 53ാമത് നേർച്ച ആഘോഷങ്ങളിലേക്ക് ജാതിമത ഭേദമെന്നെ ഏകരീതം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓരോരുത്തരുടെയും സഹകരണമാണ് നേർച്ചയുടെ വിജയമെന്ന് കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് അറിയിക്കുന്നു. ചരിത്രത്തിന്റെ തങ്കത്താളുകളിൽ സുവർണ ലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്ന അമ്പുമന്ദ എന്ന കൊച്ചുഗ്രാമത്തിന്റെ നെയ്മാറിൽ അന്ത്യവിശ്രമ കൊള്ളുന്ന സുൽത്താനുൽ താക്കിരി അജ്മൽ ഫക്കീർ വീരാണൂർ ഉപ്പാപ്പ അവരുടെ മഹത്തായ 59ാമത് നേർച്ച ആഘോഷത്തിലേക്ക് നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ഭാഷക്കാർ, വിവിധ ദേശക്കാർ മക്കളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും മഹാനായ ഉപ്പാപ്പ അവരുടെ സാരഥിലേക്ക് വന്നിരിക്കുന്ന ആളുകൾ നമ്മുടെ കനാൽ പാദവും കവിഞ്ഞ് കിലോമീറ്ററുകളോളം നിൽക്കുന്ന ക്യൂവാണ് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും മക്കാണ് പിടിച്ചു കുഞ്ഞുങ്ങളെയും എടുത്തുകൊണ്ട് നിൽക്കാൻ കഴിയാത്ത വൃദ്ധന്മാർ വരെ വരി നിൽക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് പുറത്തു വന്നുകൊണ്ട് സഹകരിക്കുക. നാം ഓരോരുത്തരുടെയും സഹകരണമാണ് നേർച്ചയുടെ വിജയത്തിന്റെ കണക്കിലെടുത്തുകൊണ്ട് എല്ലാവരും സഹകരിക്കുന്നതാണ്. ചെരുപ്പ് കുടുങ്ങി കൈകൾ പിടിച്ചുകൊണ്ട് പട്ടുമതിയിൽ കയറണമെന്ന് അറിയിക്കുന്നു. പട്ടുമതിയിൽ കയറുന്ന ആളുകൾ താഴ്ന്നു ധരിച്ചിരിക്കുന്ന ചെരുപ്പ് ഒരു കൈയിൽ പിടിച്ചുകൊണ്ട് പട്ടുമതിയിൽ കയറണമെന്ന് അറിയിക്കുന്നു. നെഞ്ചിലേറ്റി ആത്മീയതയുടെ നിരാവുളിയിൽ ഒഴുകുന്ന
വല്ലാത്ത ശോഭയോടെ മാമലകളുടെ താഴ്വാരത്തിൽ അമ്മൻകുന്നിന്റെ മണ്ണിൽ പാദം പതിഞ്ഞ മഹാനായ വീരാൻ ഔലിയ ഉപ്പാപ്പ അവർ തന്റെ ജീവിതകാലത്ത് നാടിന്റെ ഐശ്വര്യത്തിനും മതസൗഹാർദ്ദത്തിനും വേണ്ടി നടത്തിവന്നിരുന്ന നേർച്ച ആഘോഷം അതിന്റെ 59ാമത് വർഷത്തിലും അതിവിപുലമായി നടത്തപ്പെടുകയാണ്. നേർച്ച ആഘോഷത്തിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും മഹാനവറുകളുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. പ്രാർത്ഥിക്കുക തെക്ക് ഭാഗത്തുള്ള ഗ്രന്ഥത്തിലേക്ക് പോകേണ്ടതാണ്. പ്രാർത്ഥിക്കുകയുടെ ശ്രദ്ധയ്ക്ക് ബക്കാത്തിന്റെ മുൻവശത്ത് തെക്ക് തിരക്കുമാണ്. ദയവ് ചെയ്ത് തെക്ക് ഭാഗത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന് അറിയിക്കുന്നു. പ്രാർത്ഥിക്കുകയാണ് ദയവ് ചെയ്ത് തെക്ക് ഭാഗത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന് അറിയിക്കുന്നു. ഭക്തരുടെ മുൻവശത്ത് തെക്ക് തിരക്കുമാണ്. ദയവ് ചെയ്ത് തെക്ക് ഭാഗത്തുള്ള ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന് അറിയിക്കുന്നു.
ഇതോടുകൂടി ഇത് അവസാനിക്കുന്നതിന് അറിയിക്കുന്നു. ഓരോ സർവീസ് ഈ ഒരൊറ്റ കളിയോടുകൂടി അവസാനിപ്പിക്കുന്നതെന്ന് അറിയിക്കുന്നു. ഗ്രൗണ്ടിലേക്ക് പോകണമെന്ന് അറിയിക്കുന്നു. ആളുകൾ ശ്രദ്ധിക്കുക.
പാമ്പൂർകുട്ടിയുടെ സഹോദരങ്ങൾ നിങ്ങൾക്ക് തെക്കുഭാഗത്തുള്ള ഗ്രൗണ്ടിലേക്ക് മാറണമെന്ന് അറിയിക്കുകയാണ്. പോലീസ് അറിയുന്നത് ഈ മക്ബറയുടെ മുൻവശത്തുള്ള കനാൽ പാലത്തിൽ തിക്കും തിരക്കും കാരണം മറ്റു ആളുകൾക്ക് അസൗകര്യമുള്ളത് കൊണ്ടാണ്. ദയവായി സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. സുഹൃത്തുക്കളെ, തെക്ക് ഭാഗത്തുള്ള ഇനി നിങ്ങൾ കളിക്കുന്നുണ്ടെങ്കിൽ തെക്ക് ഭാഗത്തേക്ക് പോകണമെന്ന് അറിയിക്കുന്നു. പൂച്ചോല പാങ്ങോടിൽ നിന്നും അതിഗംഭീരമായ പെട്ടിയുമായി കടന്നു വന്ന എല്ലാവർക്കും അമ്പകുന്ന് വീരാനൗലിയ നേർച്ച ആഘോഷ കേന്ദ്ര കമ്മിറ്റിയുടെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞങ്ങൾ അറിയിക്കുകയാണ്. ചരിത്ര പ്രസിദ്ധമായ അബ്ദുൽ കോയാക്ക ഫണ്ടിന്റെ അതിമകത്തായ 53ാമത് നേർച്ചാഘോഷത്തിലേക്ക് കൊടിമരത്തിൽ ഉയർത്താൻ പരിശുദ്ധമായ യാസീന്റെ തങ്കലിപ്പികളാൽ ആലേഖനം ചെയ്യപ്പെട്ട കുതികമായി നേർച്ചാ നഗരികളിലേക്ക് കടന്നു വരുന്നു. അബ്ദുൽ കോയാക്ക ഫണ്ടിന്റെ കരുത്തുറ്റ നേതൃത്വം ബഹുമാനായ മുബാരക് ഉസ്താദിന്റെ, മുജീബ് ഉസ്താദിന്റെ, നൂർ ഉസ്താദിന്റെ, ഷഫീഖ് ഉസ്താദിന്റെ, സുബൈർ ഉസ്താദിന്റെ നേതൃത്വത്തിൽ അബ്ദുൽ കോയാക്ക ഫണ്ടിന്റെ നേർച്ചാ നഗരികളിലേക്ക് കടന്നു വരികയാണ്. മധുരമാണ് അപ്പുകുന്ന്, ഭദ്രമാണ് അപ്പുകുന്ന്, ഭാരതനാണ് അപ്പുകുന്ന്, മലർപാടിയാണ് അപ്പുകുന്ന്, മസ്താണ് അപ്പുകുന്ന്. മനിതർക്ക് ആശ്വാസത്തിന്റെ കുളിർത്തന്നൽ നൽകുന്ന ചരിത്ര പ്രസിദ്ധമായ അപ്പുകുന്ന് കോയാക്ക ഫണ്ടിന്റെ അതിമഹത്തായ 53ാമത് നേർച്ചകള് കൊടികയറ്റത്തിലേക്ക്, കൊടിമരത്തിലേക്ക് ഉയർത്താൻ പരിശുദ്ധമായ ഖുർആനിന്റെ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട കൊടിയുമായി നേർച്ചാ നഗരികളിലേക്ക് തെപ്പുമുട്ടിന്റെ കോൽക്കളികളെ താളവേഗത്തിൽ കടന്നു വരികയാണ്. ബഹുമാനരായ അബ്ദുൽ കോയാക്ക ഫണ്ടിന്റെ കരുത്തുറ്റ നേതൃത്വം മുബാരക് ഉസ്താദിന്റെ, മുജീബ് ഉസ്താദിന്റെ, നൂർ ഉസ്താദിന്റെ, ഷഫീഖ് ഉസ്താദിന്റെ, സുബൈർ ഉസ്താദിന്റെ നേതൃത്വത്തിലുള്ള അബ്ദുൽ കോയാക്ക ഫണ്ടിന്റെ നേർച്ചാ നഗരിക ആർഷപുളകിതമാക്കിക്കൊണ്ട് ഇസ്ലാമിക തനിമയും മഹിമയും കോർത്തിണക്കിക്കൊണ്ട് അബ്ദുൽ കോയാക്ക ഫണ്ടിന്റെ നേർച്ചാ നഗരിക പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് നേർച്ചാ നഗരികളെ കൊടികയറ്റം നടത്തുന്നതിന് പരിശുദ്ധമായ യാസീന്റെ തങ്കലിപികളാൽ ആലേഖനം ചെയ്യപ്പെട്ട കൊടിയുമായി അബ്ദുൽ കോയാക്ക ഫണ്ടിന്റെ നേർച്ചാ നഗരിക ആർഷപുളകിതമാക്കിക്കൊണ്ട് ഇതുവരെ കടന്നു വരുന്ന പ്രിയമുള്ളവരെ ആശീർവദിച്ചാലും അനുഗ്രഹിച്ചാലും പാതിരാവിന്റെ കുളിർമകര്, പകലിന്റെ പെൺപ്രഭകര് സമിതി രൂപീകരിച്ചിട്ടുണ്ട്. എത്രയോ
പുണ്യപ്രവർത്തനങ്ങളിൽ പങ്കാളിയായ നമ്മളും ഇതിനെ അതിജീവിക്കും. കളിയും ചിരിയുമായി സന്തോഷത്തോടെ റിസാൻ മോനെ ആ കുടുംബത്തിന് തിരിച്ചു നൽകണം. അതിന് ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും അകമഴിഞ്ഞ സഹായം ആവശ്യമാണ്. തള്ളിക്കളയല്ലേ, സഹായിക്കണേ പ്രിയ. يا الله يا حافظ يا حافظ يا الله لا إله إلا الله محمد يا رسول الله. ചിന്തകൾക്ക് അതീതമായി മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു. സ്നേഹ സൗഹൃദത്തിന്റെ സ്നേഹപുഞ്ചിരി സമ്മാനിക്കുന്ന ചരിത്ര പ്രസിദ്ധമായ അബ്ദുൽ കോയാക്ക ഫണ്ടിന്റെ അതിമുഖത്തായ 53ാമത് നേർച്ച ആഘോഷങ്ങളിലേക്ക് ജാതിമത ഭേദമെന്ന് ഏവരെയും ഗുരുത്താവപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഫണ്ട് നേർച്ചയുടെ വളരെ വിശിഷ്ടമായ സമയങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ 53 വർഷമായി നിരന്തരമായ അല്ലാഹുവിൻ്റെ ദിക്ർ സ്വലാത്തിൻ്റെയും ആത്മീയ പരിഹാരങ്ങളുടെയും അന്നദാനങ്ങളുടെയും ഈ കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മുടെ കേരളത്തിലെ വ്യത്യസ്തമായ പല ജില്ലകളിൽ നടന്ന വ്യത്യസ്തമായ പല നേർച്ചകളും ആ നേർച്ചകളുമായി ബന്ധപ്പെട്ട് നടന്ന കോലാഹലങ്ങളും നമ്മൾ കണ്ടതാണ്. എന്നാൽ ഈ അമ്പകുന്ന് എന്ന് പറയുന്ന തെങ്കരി എന്ന് പറയുന്ന പ്രദേശത്തിലേക്ക് ആരെങ്കിലും വന്ന് ബസ്സിറങ്ങിയാൽ, വാഹനമിറങ്ങിയാൽ ആദ്യമായി അവർ കേൾക്കുന്നത് അല്ലാഹുവിന്റെ വിശുദ്ധമായ ദിക്റിന്റെ വചനങ്ങളാണ്, വിശുദ്ധമായ സ്വലാത്തിന്റെ വചനങ്ങളാണ്, വിശുദ്ധ ഖുർആനിന്റെ വിശുദ്ധ ഖുർആനിന്റെ ഈരടികളാണ്. ഇത് കേൾക്കാതെ ഈ നാട്ടിലൂടെ ഒരാൾക്കും കടന്നു പോകാൻ സാധ്യമല്ല. അത് അല്ലാഹുവിന്റെ വിശുദ്ധമായ മന്ത്രങ്ങളാണ്, അവരെ സ്മരിക്കുന്ന വിശുദ്ധമായ വചനങ്ങളാണ്. അത് കഴിഞ്ഞാൽ വളരെ വിശേഷപ്പെട്ട പുണ്യമായി ഹബീബായ മുത്തുനബി തങ്ങളെ പഠിപ്പിച്ചത് വിശുദ്ധമായ ദിക്റിന്റെയും അതുപോലെ ഇവിടുത്തെ ദാനങ്ങളുടെയും വിശുദ്ധമായ ഇവിടുത്തെ കൊടിമരത്തിന്റെ കീഴിൽ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞത് മുതൽ രാത്രി ഉറങ്ങുന്ന ഏതാണ്ട് 10 മണി 11 മണി വരെ 5-6 പേര് നിരന്തരമായി വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോ ആഴ്ചകളിലും ഇവിടെ ഓതപ്പെടുന്ന ഖത്തമുകൾ എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല. ഇത്രയും വലിയ ഒരു പുണ്യഭൂമിയിലാണ് നിങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. ഏതാണ്ട് 500-600 വർഷങ്ങൾക്ക് മുൻപ് വഫാത്തായ മഹാനരാണ്. ആ മഹാനരുടെ പള്ളിയുടെ ചാരത്ത് ആണ് മഹാനരായ അമ്പകുന്ന് കോയാക്കയുടെ വീട്. ആ വീട്ടിന്റെ പടി ഇറങ്ങിക്കഴിഞ്ഞാൽ അടുത്ത പടി മഹാനരായ മാമുക്കോയത്തങ്ങളുടെ പള്ളിയാണ്. രാത്രി 4 മണിക്ക് 15 വയസ്സ് പ്രായമുള്ള ആ മുഹമ്മദ് കോയ എന്ന പേരുള്ള ഇന്ന് അമ്പകുന്ന് കോയക്ക എന്ന് പറയുന്ന ആ കുഞ്ഞുമോൻ രാത്രി തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു അശരീരി കേൾക്കുകയാണ്. കുട്ടി നാളെ മീറാൻ ഔലി ഉപ്പാപ്പയെ കാണണം എന്നാണ് അശരീരി. ആളെ കാണാനില്ല, ഇതിനാണല്ലോ അശരീരി എന്ന് പറയുക. ആ കുഞ്ഞ് തിരിഞ്ഞു മറിഞ്ഞു നോക്കി, ഈ ശബ്ദം ഇനിയും കേൾക്കുന്നുണ്ടോ എന്ന് നോക്കി. പറഞ്ഞ ആളില്ല, ആ ശബ്ദം പിന്നീട് കേട്ടില്ല. ഇത് തന്റെ പ്രിയപ്പെട്ട വാത്സല്യനിധിയായ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഞാൻ ഇന്നലെ രാത്രി തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോ കുട്ടി നാളെ മീറാനൗലി ഉപ്പാപ്പയെ കാണണമെന്ന ഒരു ശബ്ദം കേട്ടു. അപ്പൊ ഉമ്മ പറഞ്ഞു, മോനെ,
നമ്മൾ എന്താണ് ഇതിന് ചെയ്യുക എന്ന് പറഞ്ഞ് ആ കുട്ടിയെ സമാശ്വസിച്ചു. തൊട്ടടുത്ത ദിവസവും ഇതേ അശരീരി കേട്ടപ്പോ ഉമ്മ പറഞ്ഞു, എങ്കിൽ നമുക്ക് ശേഷുപള്ളിയിലെ ഹാജിയാരോട് പറയാം. ആരാണ് ഹാജിയാർ? ശേഷുപള്ളിയിൽ മുത്തവല്ലി വരണമാണെന്നാണ് കാരണം. ആ മുത്തവല്ലി വരണം നടത്തുന്ന ചെറിയ ഹാജിയാറിയപ്പെടുന്ന ആ പുണ്യപുരുഷനാണ്. അദ്ദേഹത്തോട് പറയാമെന്ന് പറഞ്ഞ് പിന്നീട് പ്രിയപ്പെട്ട മാതാവ് ഈ ഹാജിയാരോട് പറഞ്ഞു, എന്റെ മോൻ നാളെ മീരാനൗലി ഉപ്പാപ്പയെ കാണണമെന്ന് പറയുന്ന ഒരു ശബ്ദം കേട്ടിട്ടുണ്ട്. അപ്പൊ ഹാജിയാർ പറഞ്ഞു, അതിനെന്താ, നമുക്ക് അന്വേഷിക്കാലോ, ഉപ്പാപ്പ എവിടെയാണുള്ളത് എന്ന് അന്വേഷിക്കാം. അങ്ങനെ അദ്ദേഹം അത് അന്വേഷിക്കുകയും മീരാനൗലി ഉപ്പാപ്പ അമ്പംകുന്നിലുണ്ട് എന്ന വിവരം അറിയുകയും ചെയ്തു. തദടിസ്ഥാനത്തിൽ കോഴിക്കോട് നിന്ന് അന്ന് ഈ പാലക്കാടേക്ക് നമ്മൾ ഇന്ന് തീവണ്ടി എന്നൊക്കെ പറയുന്ന പോലെ അക്കാലത്ത് കൽക്കരിയിൽ കത്തിച്ചോടിക്കുന്ന ബസ് ഉണ്ടായിരുന്നു. അത് 1 or 2 ബസ് മാത്രമാണ് ഒരു ദിവസം ഓടുന്നത്. അതിന് വന്നാൽ ഇവിടെ എത്തിപ്പെടാനുള്ള പ്രയാസം കൊണ്ട് അവർ കോഴിക്കോട് നിന്ന് അന്ന് വാണിജ്യ നഗരമായ കോഴിക്കോട് കല്ലായിയിൽ നിന്ന് ഒരു അംബാസഡർ കാറ് പിടിച്ച് 1969 അവർ ഈ കാഞ്ഞിരം എന്ന് പറയുന്ന പ്രദേശത്ത് വന്നിറങ്ങി. അവിടെ നിന്ന് ആ വയലിലൂടെ നടന്നുകൊണ്ട് മീറാനൗലി ഉപ്പാപ്പ അവിടെ ആ പുണ്യഭൂമിയിൽ വന്നിട്ട് പറഞ്ഞു, അവർ സലാം പറഞ്ഞിട്ട് ഉപ്പാപ്പയോട് പറഞ്ഞു, ഉപ്പാപ്പ നമ്മൾ കോഴിക്കോട് നിന്ന് വരികയാണ്, ഉപ്പാപ്പ വിളിച്ചിട്ട് വന്നതാണ്. അപ്പൊ ഉപ്പാപ്പ പറഞ്ഞു, നമ്മൾ വിളിച്ചതല്ല എന്ന് പറഞ്ഞ് അവിടെ പറന്നു കളിക്കുന്ന കൊടി കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ആ കൊടിയുടെ ഉടമസ്ഥൻ വിളിച്ചതാണ് എന്ന് ആ കുടുംബത്തോട് മറുപടി പറഞ്ഞു. ഏതാനും മണിക്കൂറുകൾ അവരവിടെ ചെലവഴിച്ചിട്ട് ഉപ്പാപ്പയുടെ സമ്മതം ചോദിച്ച് അവർ കോഴിക്കോടേക്ക് തിരിച്ചുപോയി. തൊട്ടടുത്ത ദിവസം തന്നെ അവരുടെ വീട്ടിലേക്ക് ഒരു കമ്പി സന്ദേശം വരികയാണ്, കുട്ടി ഒന്നുകൂടി അമ്പംകുന്നിലേക്ക് വരണം. 10 ലക്ഷം രൂപ ആ കുടുംബം. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതേ കുടുംബം കോഴിക്കോട് നിന്ന് അംബാസഡർ കാല് പിടിച്ച് രണ്ടാമതും അമ്പംകുന്നിലേക്ക് വരികയാണ്. മീറാനൗലി ഉപ്പാപ്പയുടെ അടുത്ത് വന്ന് സലാം പറഞ്ഞു. ഉപ്പാപ്പ പറഞ്ഞു, കുട്ടി ഇവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് പോകാം. 16 or 17 വയസ്സുള്ള ഈ കുട്ടി മീറാനൗലി ഉപ്പാപ്പയുടെ അടുക്കല് അവര് നിർത്തിക്കൊണ്ട് വന്ന ഉമ്മയും കുടുംബങ്ങളും ഈ ചെറിയ ഹാജി എന്നറിയപ്പെടുന്ന ശേഖവള്ളിയിലെ മുത്തവല്ലിയായ ഹാജിയാരും ഉപ്പാപ്പയുടെ കാര്യത്തിൽ നിന്ന് പറഞ്ഞപ്പോൾ ഉപ്പാപ്പ പിടിച്ചിട്ടാണ് നമ്മൾ വന്നത്. ആദ്യത്തെ വിളി കൊടിമരത്തിന്റെ ഉടമസ്ഥ വിളിച്ചതാണെങ്കിൽ രണ്ടാമത്തെ കുട്ടി ഒന്നുകൂടി അമ്പംകുന്നിലേക്ക് വരണമെന്ന ഉപ്പാപ്പയുടെ കമ്പി സന്ദേശത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഉപ്പാപ്പ വിളിച്ചിട്ടാണ് നമ്മൾ വന്നത്. എന്തിനാണ് ഇവർ നമ്മെ ശല്യപ്പെടുത്തുന്നത് ചോദിച്ചപ്പോ ഉപ്പാപ്പ പറഞ്ഞു, കുട്ടി ഇപ്പൊ പോവുക എന്ന് പറഞ്ഞ് ഉപ്പാപ്പയുടെ നിർദ്ദേശാനുസരിച്ച് ആ 16 വയസ്സുള്ള കുഞ്ഞ് വന്ന വഴി കാഞ്ഞിരത്തുകൂടെ കോഴിക്കോട് വരെ നടന്ന് തന്റെ വീട്ടിലേക്ക് പോയി. രാവിലെ 6 മണിക്ക് പുറപ്പെട്ട യാത്ര ഏതാണ്ട് ഉച്ചക്ക് 1 മണി കഴിഞ്ഞ് 2 മണിയോട് അടുക്കുന്നു. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ചോറ് വിളമ്പിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്, കണ്ണും നട്ട്. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മ ചോറും വിളമ്പി ഇങ്ങനെ വീട്ടിൽ കണ്ടപ്പോ ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നമ്മളെങ്ങനെ വരുന്നുണ്ട്? ചോറ് വിളമ്പി കാത്തിരിക്കുമോ? ഉമ്മ പറഞ്ഞു, 17 വയസ്സുള്ള കുഞ്ഞിന്റെ ആഗ്രഹമാണ്. അതിനൊക്കെ വലിയ ചെലവ് ചെയ്യും. ആ കുഞ്ഞ് പറഞ്ഞു, ഉപ്പാപ്പ നമുക്കത് വേണം. ഉപ്പാപ്പ മറുപടി പറഞ്ഞു, എങ്കിൽ നമുക്ക് വെള്ളക്കാരനോട് പറയാം, അഥവാ അല്ലാഹു